അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ളവരെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ആയത്തിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അതിന് തൊട്ടു മുമ്പ് കിടക്കുന്ന ലാ തഖ്നതു മിർ റഹ്മത്തില്ല. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകേണ്ട കാര്യമേയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശരാകരുത്. നിങ്ങൾ പ്രതീക്ഷിക്കണം, അള്ളാഹുവിൻ്റെ കരുണ പ്രതീക്ഷിക്കണം, പടച്ച തമ്പുരാൻ്റെ റഹ്മത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്തെങ്കിലും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ ഒരിക്കലും തളർന്നു പോകരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ പറഞ്ഞതാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. എന്നിട്ട് അള്ളാഹ് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹ് പുറത്തു തരുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകേണ്ട കാര്യമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹുവിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിരന്തരമായി പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുക. പടച്ച തമ്പുരാനിലേക്ക് പശ്ചാത്താപം എപ്പോഴും നല്ലതാണ്. എപ്പോഴും പശ്ചാത്താപം നല്ലതാണ്. എപ്പോഴാണ് ഈ ലോകം വിട്ട് പോവുക എന്ന് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ആയുസ്സിൽ നാം ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. കഴിഞ്ഞുപോയ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും അള്ളാഹുവിങ്കലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് പൊറുക്കലിനെ തേടിയാൽ, പശ്ചാത്തപിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ദുആ, നമ്മുടെ നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്കൊരു 33 ഇസ്തിഗ്ഫാർ ആദ്യം നമുക്ക് ചൊല്ലാം. നമുക്ക് 33 ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അള്ളാഹ് നമ്മുടെ കരങ്ങൾ നമ്മൾ അള്ളാഹുവിങ്കലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഗതകാല ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം വന്നുപോയി എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ റഹ്മാനായ അള്ളാഹ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അള്ളാഹ് എന്ന് പടച്ചവനോട് ചോദിച്ചു കൊണ്ടേയിരിക്കാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ 33 ഇസ്തിഗ്ഫാർ നമുക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിങ്കലേക്ക് ഇസ്തിഗ്ഫാറിൽ ചൊല്ലി ഇൻഷാ അള്ളാഹ് അടുത്ത സമയങ്ങൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിച്ചാൽ നാമാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ചൊല്ലുകയിൽ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. എല്ലാവരും ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 أستغفر الله العليم أستغفر الله العليم
അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ നമുക്ക് നബിയുടെ പേരിൽ കുറച്ച് സ്വലാത്തുകൾ പറഞ്ഞ് നമുക്കൊരു ദുആ ചെയ്ത് ഇൻഷാ അല്ലാ നമുക്ക് മജ്ലിസ് അവസാനിപ്പിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. പടച്ച തമ്പുരാൻ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു നിന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാ ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ കരുണയുള്ള നാഥ, കൃപയുള്ള ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ സകല പിഴവുകളും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി തരണേ അല്ലാ. പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ പരിപൂർണമായും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സകല തിന്മകളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ ജീവിതത്തിൻ്റെ സാഹചര്യം മൂലം കൊണ്ട് വന്നുപോയ സകല പിഴവുകളും റഹ്മാനായ അല്ലാ നിൻ്റെ കരുണ കൊണ്ട് നിൻ്റെ കൃപ കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ, നിരവധി പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസുലാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പടച്ച തമ്പുരാനെ ഒക്കെ നീ വിടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ കടം കൊടുത്ത പൈസ തിരികെ ലഭിക്കാതെ വിഷമിക്കുന്ന പടച്ച തമ്പുരാനെ, മക്കളുടെ വിവാഹം നടക്കാൻ കരുതി വച്ചിട്ട് അത് മറ്റൊരാൾക്ക് ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ട് അത് തിരികെ ചോദിക്കുമ്പോൾ അള്ളാഹുവെ തിരികെ കൊടുക്കാതെ പടച്ച തമ്പുരാനെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ. അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ അവരുടെ പൈസ എത്രയും പെട്ടെന്ന് അവരിലേക്ക് മടക്കി കിട്ടി പടച്ച തമ്പുരാനെ, ആ മക്കളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ, സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ മാറ്റി നിർത്തണേ തമ്പുരാനെ. അള്ളാഹുവെ നിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ നിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, പല രീതിയിലുള്ള പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വിഷമിക്കുന്നവർ അള്ളാഹുവെ എല്ലാവരുടെയും രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ കിഡ്നി സംബന്ധമായ ഹൃദയ സംബന്ധമായ പടച്ച തമ്പുരാനെ, ഉള്ളും പുറവുമായൊക്കെ രോഗങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവർ അള്ളാഹുവെ നീ ഷിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവർ കഴിക്കുന്ന മരുന്നുകൾ നീ ഷിഫ നൽകണേ അല്ലാ. അവർ കഴിക്കുന്ന മരുന്നുകൾ നീ ഷിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ.
അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ജീവിതകാലത്ത് അവർ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ. ഈ മജ്ലിസ് കേൾക്കുന്നവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ. എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഈ ദുആ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും പടച്ച തമ്പുരാനെ, ഇതിന് ആമീൻ പറയുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രവാസ ലോകത്ത് കഴിയുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ജോലികൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പോകാൻ ആഗ്രഹിച്ചിട്ട് പടച്ച തമ്പുരാനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി ആ ഗൾഫിലേക്കുള്ള വഴികൾ നീ അവർക്ക് അനുകൂലമാക്കി കൊടുക്കണേ അല്ലാ. പ്രതിസന്ധികൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ നീക്കിത്തരണേ അല്ലാ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ പാപമോചനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, നിന്റെ നബിയുടെ ശഫാഅത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും നീ അർഹരാക്കണേ തമ്പുരാനെ. ആ നബിയുടെ ഹൗദുൽ കൗസറിൽ നിന്നും പാനീയം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, ദുആ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. دعاء وصية. السلام عليكم ورحمة الله وبركاته.